അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത്, എന്റെ കണ്ണുകളിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിലെ ഒരു കൊച്ചു ചില്ലുകൂട്ടിൽ അവളെക്കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഹായ് സഞ്ജു, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സഞ്ജു കാർത്തികേയൻ. സഞ്ജു ഫ്രം സോഷ്യൽ മീഡിയ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഈ സഞ്ജു കാർത്തികേയൻ. ശരിക്കുള്ള സ്ഥലം? എന്റെ സ്ഥലം ചാലക്കുടി വരുന്നത്. ചാലക്കുടി. ഓക്കെ. സഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഫേസ് കട്ട് ആണ് അല്ലെ, ലാലേട്ടന്റെ ഫേസ് കട്ട്. എങ്ങനെ ഇത് കറക്റ്റ് വന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാരും ഇങ്ങനെ ആകാംക്ഷ. പഴയ ലാലേട്ടൻ മുഖം, വിന്റേജ് ലാലേട്ടൻ. പക്ഷെ അതിനുള്ള ഉത്തരം ഒരു സർപ്രൈസിങ് ഫാക്ടർ ആയിട്ട് നമ്മുടെ സഞ്ജു തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാന്നുള്ള കാണണ്ടേ? അയ്യോ, കറക്റ്റ്. അത് കറക്റ്റ് ലാലേട്ടന്റെ ഒരു പ്രൊഫൈൽ. ആരാ അത്? സഞ്ജു ഉറക്കെ കേക്കട്ടെ. സഞ്ജുവിന്റെ അച്ഛനാണ് കാർത്തികേയൻ എന്നാണ് പേര്. കാർത്തികേയൻ മുരിങ്ങൂർ. കാർത്തികേയൻ മുരുങ്ങൂർ. ഓ, ആർട്ടിസ്റ്റ് ആണ്, ചിത്രകാരനാണ്. നൈസ് നൈസ്. എനിക്ക് തോന്നുന്നു അച്ഛൻ പണ്ട് അഭിനയിക്കുമല്ലോ ചെയ്യുമായിരുന്നു, അതോ ജസ്റ്റ് ഹി വാസ് ആൻ ആർട്ടിസ്റ്റ് ഓൺലി? അച്ഛൻ ആർട്ടിസ്റ്റ് ആണ്, ആക്ച്വലി പെയിന്റിംഗ് ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ കുറെ സിനിമയിലേക്ക് അവസരം വന്നിരുന്നു. പണ്ടൊരു സാർക്കി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു, പക്ഷെ അത് നിർഭാഗ്യവശാൽ അത് റിലീസായില്ല. ഇപ്പൊ ചിത്രകാരനായിട്ടാണ് ആള് കണ്ടിന്യൂസ് ലൈഫ് ലീഡ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വീഡിയോ, അതായത് അച്ഛൻ ഇങ്ങനെ ഒരു ചായ കറക്റ്റ് ഉണ്ടെന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതോ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാണ് അത് സഞ്ജുവിലേക്ക് എങ്ങനെയാണ് അത് എത്തിയത്, ഇങ്ങനെ വീഡിയോ എടുക്കണം ഇടണം എന്നുള്ളൊരു സംഭവം? ആക്ച്വലി നമ്മളെ ലൈഫിൽ ഞാൻ അച്ഛനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് നമുക്ക് ചിത്രീകരിച്ചുകൂടാ ഞാൻ ചിന്തിച്ച് എൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഞാനിപ്പോൾ കണ്ട, നമ്മളെല്ലാവരും കണ്ട വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്ത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്തെല്ലാം ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ അച്ഛനോടുള്ള താല്പര്യം കൊണ്ടും അത് സോഷ്യൽ മീഡിയ കണ്ടാൽ അത് നല്ല രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അച്ഛൻ തന്നെ പഴയ ഫോട്ടോ ഇല്ലേ, കല്യാണ ഫോട്ടോയിലെ കറക്റ്റ് ഇതുണ്ട്. ഞാൻ അതിന് മുമ്പേ അറിയാം, ഞാൻ അതിന് മുമ്പേ ഫോളോ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എല്ലാത്തിനും അങ്കിളും റെഡിയാണ് ചെയ്യാൻ വേണ്ടി? അങ്കിള് മീൻസ് എന്റെ അച്ഛൻ നല്ലൊരു മൈൻഡായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാൽ ആളെ കേൾക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ, നമുക്ക് എന്തുകൊണ്ടും അത് വർക്ക്ഔട്ട് ചെയ്തുകൂടാ. നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. എന്റെ ഇൻസ്ട്രുമെന്റ്. സഞ്ജു ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഇൻഫ്ലുവൻസിങ് ആണ്. പിന്നെ ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു കോഴ്സ് പഠിക്കേണ്ടതാണ്. അപ്പം കോളേജിലൊക്കെ ഫാൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലേ ഫേസ് കട്ട് കാരണം? ഫേസ് കട്ട് കാരണം ഞാൻ ചിത്രകാരനാണ്. അപ്പൊ ആർട്ടിസ്റ്റ് എന്ന രീതിക്കാണ് ഞാൻ കോളേജിൽ ഫേമസ് ആയിരുന്നത്. എന്തുകൊണ്ടാണ് അങ്കിളിനെ കാണാനാണ്? അങ്കിളിനെ കാണുമായിരുന്നു. അച്ഛൻ ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് അച്ഛൻ മരണപ്പെട്ടു. 1.5 വർഷം മുന്നേ. എന്ത് പറ്റി? ആൾക്ക് അറ്റാക്ക് ആയിരുന്നു. അയ്യോ, അപ്പൊ നമ്മളിപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന വീഡിയോസ് അത് ഞാൻ തന്നെ ചെയ്യുന്നത് ഇപ്പോഴും. കാരണം നമ്മളെങ്ങനെ ലൈഫ് ലീഡ് ചെയ്ത് അത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ആളില്ലെങ്കിലും അതുപോലെ തന്നെ ലൈഫ് മുന്നോട്ട് പോകാം. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യാണോ? കുറെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പല രീതിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ഞാൻ തന്നെ ചെയ്യുന്നത്. എനിക്കൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ഒരു ന്യൂസ് അറിയേണ്ടായിരുന്നു നമ്മള്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. അതെ, അങ്കിള് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വീഡിയോസിൽ കൂടെ. എനിക്ക് തോന്നില്ല ആർക്കും സോഷ്യൽ മീഡിയയിൽ ആർക്കും അറിയില്ല. ഇതിപ്പോ പേഴ്സണൽ ലൈഫിലും ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് അറിയുന്നത്. ഓക്കെ. അപ്പൊ സഞ്ജു ഈ വീഡിയോസ് ഇപ്പം അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് അച്ഛൻ പോയതിനു ശേഷമാണോ അതോ അതിന് മുന്നേ ആയിരുന്നു? അച്ഛൻ മുന്നായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. ഞാൻ ആ സമയത്ത് ചെയ്യുമായിരുന്നു. അത് ആ വീഡിയോസ് ആ പീക്ക് ലെവലിൽ എത്തിയ സമയത്താണ് അച്ഛൻ മരണപ്പെട്ടത്. ഓയ്യോ. അതിനുശേഷം അച്ഛന്റെയും സഞ്ജുനോട് വീഡിയോ ക്ലബ് ചെയ്ത് പിന്നെയാണ് ഞാൻ പ്രധാനമായിട്ട് വേറൊരു അക്കൗണ്ട് തുടങ്ങി ഞാൻ എന്റെ വീഡിയോസ് ഇട്ട് ആ വീഡിയോസ് വൈറലായി. പിന്നെ അച്ഛന്റെയും എന്റെ കൊളാബ് ചെയ്ത് ഞാൻ വീഡിയോസ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിക്ക് കയറാറുണ്ട്. ലാലേട്ടനെ എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? ലാലേട്ടനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ സാധിച്ചിട്ടുമില്ല. കാണാൻ സാധിക്കട്ടെ എത്രയും പെട്ടെന്ന്. അച്ഛനും ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല.
അച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ പണ്ടൊരു പ്രാങ്ക് പോലെ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടും ഒരു പാറപ്പുറത്ത് മുകളിലിരിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് ഒരു ജീപ്പ് വരുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് അച്ഛനോട് പറഞ്ഞു, നീ ഒന്ന് ജസ്റ്റ് മോഹൻലാലും പോലെ ഒന്ന് ജസ്റ്റ് ഇരിക്കി. അപ്പോൾ ആ വണ്ടിക്കാരൊന്നും പ്രാങ്ക് ആയില്ല, കാരണം അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ ആ വളവിൽ വണ്ടി നോക്കുമ്പോൾ വണ്ടിയിലുള്ള ആൾ നോക്കിയപ്പോൾ മുകളിൽ മോഹൻലാലിനെ പോലത്തെ ഒരാളിരിക്കണേ. പക്ഷെ മീൻസ് ആ വണ്ടിയിൽ ആക്ച്വലി ഉണ്ടായിരുന്നത് മോഹൻലാലായിരുന്നു. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നു, ആ വണ്ടിയിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നു. നോക്കുമ്പോ അച്ഛനെയാണ് അച്ഛനെ കാണുന്നത്. രണ്ടപരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന അവസ്ഥ. അച്ഛന്റെ പഴയ ലുക്ക് ഇപ്പം അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതൊന്ന് കാണാം. ആ പഴയ ലുക്ക് അച്ഛന്റെ. ഓക്കെ, നിന്നെ ഞാൻ സ്വന്തമാക്കും. ലാലേട്ടന്റെ കല്യാണത്തിന്റെ ഫോട്ടോ പോലെ കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ. ഇതൊക്കെ ലൈക്ക് ചെയ്ത് എത്ര മില്യൺ അല്ലെ വ്യൂസ് ഒക്കെ പോയൊരു സമയം, ഇതൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇങ്ങനെ ആൾക്കാരുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും എനിക്ക് സഞ്ജുവിനെ അച്ഛനെയും തമ്മിൽ മനസ്സിലാവില്ല കേട്ടോ. ഇൻസ്റ്റയിലെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാരണം അങ്കിളുടെ പഴയ അതേ ലുക്ക് പോലെ തന്നെയുണ്ട് സഞ്ജു ഇപ്പോഴും. ഇവിടെ തീരുന്നില്ല സർപ്രൈസ്. നമ്മൾ എന്നെന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പെർഫോമൻസും കൂടെ, അതായത് ഇപ്പൊ നമ്മൾ ലുക്ക് കണ്ടു, ഇനി ലാലേട്ടന്റെ ശബ്ദം കൂടെ കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? റെഡിയാണോ? അതോർത്തോ, ഇതാ വരുന്നു. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസികളുടെ ജീവിതം. വെള്ളാരക്കല്ലുകൾ ഒരുങ്ങുന്ന വേനൽ പകലിൽ ഗോളിയാറിലെത്തിച്ചു. ഗോളിയാർ നീയാ ടാൻഷന്റെ ഗോളിയാർ, കൊരാനകളുടെ ഗോളിയാർ. ഗതകാല സ്മൃതികളിൽ കൊട്ടാരങ്ങളിൽ ദ്രുപദന്റെ പറയാത്ത പൈതൃക കേൾക്കാം ചെവിയോർത്താൽ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി നേരെ ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യമറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുത്തിൻ്റെ ഒട്ടക്കീശയിലെന്തുണ്ട്. ഒടുവിൽ സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചെന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിലൊരു കീർത്തനം പാടി മുഴുവയ്ക്ക് മുമ്പ് വിറയാർന്ന കൈകൾ കൊണ്ടെന്നെ ചേർത്ത് പിടിച്ചു. പിന്നീട് ശിരകളിൽ ഭാഗവും സംഗീതവുമായി കാലം ഒരുപാട്. ഒടുവിൽ ഗുരുവിൻ്റെ ഖബറിൽ ഒരു പിടി പച്ച മണ്ണ് വാരിയിട്ടുകൊണ്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. ശബരോ കി ജിന്ദഗി ജോ കബി ഖതം നഹി ഹോ ജാത്തി. എയറിലാണോ വയറിലാണോ? എന്തായാലും ഓക്കെ, താങ്ക് യു എലീന. എന്തോ അല്ല, ഞാൻ സത്യം ഈ ചേട്ടൻ്റെ കാർത്തികൻ ചേട്ടൻ്റെ വലിയൊരു ഫാനായിരുന്നു. അതുമാത്രമല്ല, ഇപ്പം സഞ്ജുവിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് കാണാറുണ്ട്. ഒരുപാട് കൊതി തോന്നുന്നു. കാരണം നിങ്ങളുടെയൊക്കെ പ്രായത്തിലൊക്കെ ഇത്രയും മനോഹരമായിട്ട് ലാലേട്ടനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അതും പഴയ വിൻറ്റേജ് കാലഘട്ടത്തിലെ ചിത്രം, അല്ലെങ്കിൽ ആ വന്ദനം, ആ ഒരു സമയത്തെ ഒരു ഫിഗർ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കൊതിയാണ് അല്ലേ? ഈ ലാലേട്ടൻ്റെ രൂപസാദൃശ്യം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഗിഫ്റ്റാണ്. പിന്നെ അത് അച്ഛൻ ആവോളം കിട്ടി. ആ അച്ഛൻ എന്ന മകനിലൂടെ ജീവിക്കുന്നു അല്ലേ? ഭയങ്കര സന്തോഷം. എന്തായാലും ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ ഇവിടെ ഇങ്ങനെ വന്ന് അതിനൊപ്പം കൂടാനും ലാലേട്ടന് ഒരു വലിയ പിറന്നാൾ ആശംസകൾ ഈ എളിയ കലാകാരൻ്റെ. നമ്മൾ കേരളത്തിലെ മലയാളികൾ മുഴുവൻ ഈ ജന്മദിന ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. അല്ല, സത്യം പറഞ്ഞാൽ നമ്മളെക്കാളൊക്കെ വളരെ മനോഹരമായിട്ട് ലാലേട്ടൻ്റെ ശബ്ദം അനുകരിക്കുന്ന പുതിയ ജനറേഷനിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഞാനത് പണ്ട് ചെയ്തുകൊണ്ടിരുന്നു. അന്നൊക്കെ അത്രയൊക്കെ മതിയായിരുന്നു. ജാമ്യത്തിന്റെ അല്ല, ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവിക്കാൻ ഇപ്പൊ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എത്ര വർഷമല്ലേ പ്രശാന്ത്? എത്ര വർഷം ബാക്ക് ആയിരിക്കും ചെയ്തിട്ടുണ്ട്? അങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ പ്രായം വെറുതെ അല്ല, കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഞാനും അർജുനും അവിടെ നിന്ന് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. പ്രശാന്ത് ഏട്ടനെ ഞങ്ങൾക്ക് അറിയാവുന്നതെന്ന് പറയുന്നത് ജഗതി ചേട്ടന്റെ വോയിസ് എടുക്കുക, ജഗതി ചേട്ടന്റെ ഫിഗർ, അതുമായിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ലാലേട്ടന്റെ സൗണ്ട് എടുത്തിട്ടാണ് പ്രശാന്ത് ഏട്ടൻ ഏറ്റവും കൂടുതൽ സ്റ്റേജുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഈവൻ ഇയേഴ്സ് ബാക്ക് ആണ്. അതിന്റെ പ്രായത്തിലല്ല, എക്സ്പീരിയൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയത്തൊക്കെ ലാലേട്ടൻ, ദിലീപ് ഏട്ടൻ ഇങ്ങനെ കുറെ താരങ്ങളുടെ ശബ്ദമൊക്കെ അനുകരിക്കുമായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ഒത്തു കിട്ടിയത് അങ്ങനെ. എലീന ജയസൂര്യയുടെ ഭയങ്കരമായിട്ടുള്ള ഫേസ് ഉണ്ടായിരുന്നു. അതെ, അതൊരു കാലഘട്ടത്തിൽ ഛായയാണ് ജയസൂര്യക്ക് പറ. അല്ല, ജയന്റെ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്.
ഞാൻ ഈ അല്ല ആട് 1, ആട് 2, ആട് 3 പടങ്ങളിൽ ജയസൂര്യക്ക് ട്രാക്ക് വോയിസ് മൊത്തം ഡബ് ചെയ്തത് ഞാനായിരുന്നു. അത് എന്നോട് വിജയ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പൊ ചേട്ടാ ഒന്ന് ഒരു പ്ലീസ് ഒരു ഡയലോഗ് എന്തെങ്കിലും. അല്ല ജയൻ ഇടയ്ക്ക് പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മള് ജീവിതം എന്നൊക്കെ പറയുമ്പോ അതൊരു പ്രത്യേക സുഖല്ലേ കണ്ടാ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് അത്ര പക്ഷെ പ്രശാന്ത് ഏട്ടാ, ഞങ്ങൾക്ക് പിള്ളേര് സെറ്റിന് എപ്പോഴും കേൾക്കാൻ ആഗ്രഹം ജഗതി ചേട്ടന്റെ സൗണ്ട് ആണ്. ഇപ്പോഴും ഓർമ്മ എന്റെ കണ്ണിന് മുന്നിൽ നിൽക്കുന്നു ചേട്ടൻ ജഗതി ചേട്ടൻ ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ നിങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ട് വേണം. സപ്പോർട്ട് മാത്രമല്ല പാർട്ടിസിപ്പേഷൻ വേണം. എന്താന്ന് വെച്ചാല് കുസൃതിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ജയറാമേട്ടൻ നായകനായിട്ടുള്ള പടത്തില് അദ്ദേഹം ഒരു സീനിൽ പറയുന്ന ഡയലോഗാണ്. അതിൽ അദ്ദേഹം മണിശസ്താളിലെ ലാലേട്ടനെ പോലെ ചുമന്ന പട്ടൊക്കെ കെട്ടി ചുമന്ന ജുബയൊക്കെ ഇട്ട് കോളേജിൽ ഇനാഗുറേഷൻ വരുന്നൊരു സീനുണ്ട്. അന്നേരം അവിടുത്തെ പിള്ളേര് കൂവും. അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് കൂവണം. കൂവലിന് ശക്തി പോരാന്ന് പറയുമ്പോൾ ഒന്നുകൂടി കൂവണം. അത് കഴിഞ്ഞ് കൂവരുത്, കംപ്ലീറ്റ് കൈ അടിച്ചോളണം കേട്ടോ. കൂവിക്കോ, കൂവ്. കൂവലിന് ശക്തി പോരാ. കൊള്ളാം, ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാകും, കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ. പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രി താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാകാം, കുതിരയാകാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുന്തം ആകാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ കൂവിയാ മാത്രം പോരാ, ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം, എന്നും കള്ളു കുടിക്കണം, ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. കാരണം ജീവിതത്തിലാകെ മിച്ചം ഉണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു പാട്ട് പാടാം. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജലജ, വിരിഞ്ഞ പാല പൂമണം വീശിയാൽ ഗുമു 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 ഗു, തേൻ കൂട്ടിൽ കല്ലു വീണാൽ എങ്ങനെയുണ്ട്? താങ്ക് യു, താങ്ക് യു. അങ്ങനെ ഒരു വേദിയിൽ ലാലേട്ടന്റെ ബർത്ത്ഡേ അന്ന് സർപ്രൈസ് ആയിട്ട് ജഗതി ചേട്ടൻ വന്നിരിക്കുകയാണ്. ചേച്ചി, ഇന്നൊരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടെ, കാരണം ലാലേട്ടന്റെ സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇവർ രണ്ടുപേരും ഇന്ന് ഇവിടെ വന്ന് പെർഫോം ചെയ്തു. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു. വീണ്ടും കാണും. ഓക്കെ, കാണണം. സഞ്ജു, നമ്മളും കണ്ടിരിക്കും. ഓക്കെ.